എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. നാം എല്ലാം മനുഷ്യരായി ജനിച്ചിരിക്കുന്നു. മനുഷ്യരായി ജനിച്ചാൽ മാത്രം പോരാ, മനുഷ്യത്വം കൂടി വേണം. ആ മനുഷ്യത്വം നമുക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് സനാതനധർമ്മ അന്വേഷണം നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്നത്. സനാതനധർമ്മം ആചരിക്കുക, അത് ആചരിക്കേണ്ടതല്ല, അത് അനുഭവിക്കേണ്ടതാണ്. ധർമ്മം എന്നത് നമ്മുടെ സഹജമായ സ്വഭാവമാണ്. ഒരു പുളിയുടെ സഹജമായ സ്വഭാവം പുളിയാണ്. ഒരു കാഞ്ഞിരമരത്തിൻ്റെ സഹജമായ സ്വഭാവം കയ്പാണ്. ഒരു മാമ്പഴത്തിൻ്റെ സഹജമായ സ്വഭാവം മാധുര്യമാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും സഹജമായ ധർമ്മം, ആ സഹജമായ സ്വഭാവത്തിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെ നിലനിർത്തുക. അത് നിലനിർത്തേണ്ട ആവശ്യമില്ല, അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് നിലനിൽക്കുമ്പോഴാണ് നാമായി മാറുന്നത്. എന്നാൽ അതിനെ മറന്ന് നാം ധർമ്മത്തിന് വിരുദ്ധമായ അധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അശാന്തിയായിരിക്കും ഫലം. ആ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കാൻ അത് മനുഷ്യന് ധർമ്മവും അനുഷ്ഠിക്കാം, അധർമ്മവും അനുഷ്ഠിക്കാം. എന്നാൽ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കേണ്ടത് മാനവധർമ്മമാണ്. മനുഷ്യേതര ജീവികൾക്ക് ഏത് ധർമ്മവും ആചരിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ധർമാധർമ്മ ബുദ്ധി മറ്റുള്ളവർക്കില്ല, അത് മാനവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് മനുഷ്യൻ്റെ മഹത്വം. നാം നമ്മുടെ ധർമ്മമെന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന് പറ്റിയ ഉപകരണത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. മനുഷ്യദേഹമൂർത്തിയുടെ വെറും വിഷയസേവനം ചെയ്യുവാനല്ല ആത്മസംശുദ്ധി വളർത്തേണ്ടും തപസ്സിനാൽ. നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമായത് ചെയ്യാതിരിക്കുക എന്നത് നമുക്ക് വിഷമമേറിയതാണ്. ആ വിഷമമേറിയ വസ്തുത ചെയ്യാതിരിക്കലാണ് തപസ് എന്ന് പറയുന്നത്. നമുക്ക് വന്നു ചേരുന്ന പ്രതികൂലങ്ങളെയെല്ലാം അല്ലെങ്കിൽ വൈഷമ്യങ്ങളെയെല്ലാം നമ്മൾ അവലാതി കൂടാതെ സഹിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ് കൊണ്ട് നാം ഈ മാനവജന്മത്തെ സഫലമാക്കി തീർക്കണം. മനുഷ്യദേഹമൂർത്തിയിൽ നമുക്കെല്ലാവർക്കും മനുഷ്യജന്മം കിട്ടി. ഈ ശരീരം വെറും വിഷയ സേവനം, വെറും ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം മാത്രമല്ല, കാണുക, കേൾക്കുക, രുചിക്കുക, വാസനിക്കുക, സ്പർശിക്കുക തുടങ്ങിയവ മാത്രമായി നാം ആയുസ് കളയരുത്. വെറും വിഷയസേവനം, ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളിൽ മാത്രം ഒഴുകി നമ്മുടെ ആയുഷ്കാലം കളയരുത്. ചെയ്യുവാനല്ല ആത്മസംശുദ്ധി, വെറും വിഷയസേവനം ചെയ്യാനല്ല, ആത്മസംശുദ്ധി നേടാനാണ് നമ്മുടെ ജന്മം അല്ലെങ്കിൽ ജീവിതം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ വളർത്തേണ്ടും തപസ്സിനാൽ. വളർത്തിയെടുക്കേണ്ടത് ആത്മസംശുദ്ധിയാണ്. വന്നു ചേർന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് ആ പരമമായ നിർവൃതിയുടെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. മനുഷ്യദേഹമൂർത്തിയിൽ വെറും വിഷയസേവനം ചെയ്യുവാനല്ല ആത്മസംശുദ്ധി വളർത്തേണ്ടും തപസ്സിനാൽ.